10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി കീഴടങ്ങിയിരുന്നു. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സമീറിലേക്ക് കോള് കട്ടായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ച കേസിലാണ് മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പ്രതി തന്നെ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ഇയാൾ പറഞ്ഞത് അവരുടെ സ്ഥാപനത്തിനെതിരായ ഒരു ഗൂഢാലോചനയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് തന്നെയായാലും ഈ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇത്രയധികം ശതമാനം വിജയം, ഇത്ര കുട്ടികൾക്ക് ഇത്ര ശതമാനം മാർക്ക് കിട്ടി എന്നൊക്കെ പൊലിപ്പിച്ച് കാണിക്കാനും അത്തരത്തിലൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഏത് വിധേയനെയും പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമീർ റെഡിയാണോ? ചോദിച്ചു. അതെ, സമീർ റെഡിയാണ്. സമീർ, ഇനി ഉള്ള നടപടിക്രമങ്ങൾ, പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിയുടെ അറസ്റ്റ് അല്പസമയം മുമ്പാണ് രേഖപ്പെടുത്തിയത്. പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. പ്രതി മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തോടും പറയുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. അത് പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതിന് പിന്നിലുള്ളത്. അവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഫഹദ് എന്ന അധ്യാപകനെ തന്റെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് ഷുഹൈബ് ഇപ്പോഴും അന്വേഷണ സംഘത്തോട് പറയുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ചെയ്ത പ്രവൃത്തി ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്ന കാര്യം അന്വേഷണ സംഘം പറയുമ്പോഴും പക്ഷേ ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, MS സൊല്യൂഷൻസിന്റെ ഭാഗത്തുനിന്ന് എത്രമാത്രം പണം ഫഹദിനും അതുപോലെ തന്നെ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പിയൂൺ അബ്ദുൽ നാസറിനും ലഭിച്ചു എന്ന കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയും ആവശ്യമാണ്. നിലവിൽ ഷുഹൈബിന്റെ 2 അക്കൗണ്ടുകൾ അന്വേഷണ സംഘം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഒരു അക്കൗണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപയും മറ്റൊരു നിന്ന് 1 ലക്ഷത്തിൽ താഴെ രൂപയുമാണ് ഉള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം മറ്റിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് അല്ലേ?